മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് രണ്ട് തരം മരണമുണ്ട്. ഒന്ന് ആത്മീയമായ മരണവും ഒന്ന് ശാരീരികമായ മരണവും. ശാരീരികമായ മരണത്തെയാണ് സാധാരണയായി മരണം എന്ന് പറയാറുള്ളതെങ്കിലും ഏറ്റവും അപകടകാരിയായ മരണം ആത്മീയമായ മരണമാണ്. രണ്ട് തരം മരണമുണ്ട്. ശാരീരികമായ മരണത്തിനുള്ള ഒരു രണ്ടാം ഭാഗം എന്തെന്നാൽ ശാരീരികമായ മരണത്തിന് ശേഷം വീണ്ടും ശാരീരികമായ ജീവിതം ഉണ്ടാകും എന്നതാണ്. എന്നാൽ ആത്മീയമായ മരണത്തിന് ശേഷം പിന്നെ ആത്മീയമായ ഒരു ജീവിതം ഉണ്ടാവുകയില്ല എന്നുമാണ്. എന്താണ് ഈ മരണങ്ങളെല്ലാം? ശരീരത്തിൽ നിന്ന് റൂഹ് വേർപെടുന്നതാണ് ശാരീരികമായ മരണം. എന്നാൽ റൂഹ് തന്നെ സ്വയം മരിച്ചു പോകുന്നതാണ് ആത്മീയമായ മരണം. ശരീരം എന്നത് വലിയായ നിസ്സാരമായ മണ്ണിന്റെ ഉൽപ്പന്നമാണ്. അതിന് സംഭവിക്കുന്ന കേടുപാടുകൾ വലിയൊരു നഷ്ടമൊന്നുമല്ല. എന്നാൽ ആത്മാവിന് മരണം സംഭവിക്കുക എന്നാൽ അത് അപരിഹാര്യമാണ്. കാരണം ആത്മാവ് എന്നാൽ ആത്മാവ് എന്നാൽ അത് വെളിച്ചമാണ്, നൂറാണ്. അതിന്റെ മരണം എന്നാൽ ആ വെളിച്ചം പാടെ കെട്ടുപോകലാണ്. അപ്പോൾ പിന്നെ ആത്മാവിന്റെ ജീവിതം എന്താണ്? ആത്മാവിന്റെ ജീവിതം ഈമാനും ആത്മാവിന്റെ മരണം കുഫറുമാണ്. ആത്മാവിന്റെ ജീവിതം ഈമാനാണ്, ആത്മാവിന്റെ മരണം കുഫറാണ്. ഒന്നുകൂടി പറയാം, ആത്മാവിന്റെ ജീവിതം ഈമാനാണ്, ആത്മാവിന്റെ മരണം കുഫറാണ്. ശരീരവും ആത്മാവും ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫിസിക്കലായ ജീവിതമുള്ള സമയത്തും ആത്മാവിന്റെ മരണം സംഭവിച്ചിട്ടുണ്ടാകും, തിരിച്ചും സംഭവിക്കും. അബൂജഹലിനെ പോലെയുള്ള തമ്മാടികൾ മക്കയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തിറങ്ങിയ ആയത്താണ് ഇന്നക ലാ തുസ്മിഉൽ മൗത, ചത്തവരെ കേൾപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. വഹും അഹ്യാ, അന്നവർ ജീവിക്കുന്നവരാണ്. പക്ഷേ അവരെ ഖുർആൻ ചത്തവർ എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അവിടെ ആത്മാവിന്റെ ജീവിതം എന്നാൽ മരണം എന്നാൽ ഇബാദത്തുൻ അനിൽ കുഫ്റാണ്. ഒരിക്കലും നന്നാവാത്ത വിധത്തിൽ കുഫറിനെ വരിച്ചവരായിരുന്നു ആര്? അബൂജഹലും ഉത്ബത്തും ഷൈബയുമെല്ലാം. അതുകൊണ്ട് ഫിസിക്കലായി അവർ ജീവിച്ച് നടന്നപ്പോൾ തന്നെ ആത്മാവികമായി അവർ ചത്തു എന്നാണ് ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. മനസ്സിലായില്ലേ പറഞ്ഞത്? തിരിച്ചു വരും. എങ്ങനെ തിരിച്ച്? ഫിസിക്കലായ മരണം സംഭവിച്ചാൽ പോലും ആത്മീയമായി ജീവിക്കും എന്ന് പറയും. അല്ലാഹുവിന്റെ മാർഗത്തിലെ രക്തസാക്ഷികളെ കുറിച്ച് നിങ്ങൾ മരിച്ചു എന്ന് പറയരുത്, അവർ ജീവിക്കുകയാണ്. സത്യത്തിൽ അവർ മരിച്ചിട്ടുണ്ട്, പക്ഷെ അവരെ പറ്റി പറഞ്ഞത് ജീവിക്കാം. മറ്റവരെ ജീവിക്കുകയാണ്, പക്ഷെ അവരെ പറ്റി പറഞ്ഞത് മരിച്ചവരാണ്.
പോയിന്റ് കാണിച്ചു. എന്ത്? ഫിസിക്കലായി ജീവിക്കുമ്പോൾ ആത്മാവ് മരിക്കും. ആത്മാവിന്റെ മരണം കുഫ്റാണ്. ഫിസിക്കലായി മരിച്ചാൽ ആത്മാവ് ജീവിക്കും. അത് ആത്മാവിന്റെ ജീവിതം എന്നത് ഈമാനാണ്. ഒരു സത്യത്തിന് വേണ്ടി, ഒരു ഈമാന് വേണ്ടി അവർ ജീവാർപ്പണം ചെയ്തവരായപ്പോൾ അവർ മരിച്ചിട്ടും അവരെ പറ്റി ഖുർആൻ പറഞ്ഞത് മൃത്യു ഇല്ലാത്തവർ, അവർക്ക് ഒരിക്കലും മരണം ഇല്ല. അപ്പോൾ ആത്മാവിന്റെ മരണം എന്നത് കുഫ്റാണ്, ആത്മാവിന്റെ ജീവിതം എന്നത് ഈമാനാണ്. പാഠം നമ്പർ 1. അപ്പോൾ ആകത്തുക ഈ ലോകത്തിന്റെ ഒരേ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ ഈമാനാണ് എന്ന് മനസ്സിലാക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ലോകത്തെ ആകത്തുക നേട്ടം എന്ന് പറഞ്ഞാൽ അത് ഈമാനാണ്. ഈ ലോകത്തെ ആകത്തുക നേട്ടം എന്ന് പറഞ്ഞാൽ ഈമാനാണ്. അല്ലാഹു നമ്മെ ഈമാനുള്ളവരിൽ പെടുത്തട്ടെ. വളരെ ചിന്തിക്കണം. ഈ ലോകത്തിന്റെ നേട്ടം ഈമാനാണ്, ഈ ലോകത്തിന്റെ നഷ്ടം കുഫ്റാണ്. ചിന്തിക്കുക. ഈമാൻ ഉണ്ടാകുമ്പോൾ ജീവിക്കും, മരിച്ചാൽ ജീവിക്കും. വല്ലാത്തൊരു ജീവിതമായിരിക്കും. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. അതാണ് ജീവിതം. സ്വർഗത്തിലെ ജീവിതം ജീവിതമാണ്, നരകത്തിലെ ജീവിതം ജീവിതമല്ല. അത് ജീവിതവുമല്ല മരണവുമല്ല. ഏത്? അവിടെ ജീവിതവുമല്ല, അവിടെ മരണവുമല്ല. ഏത്? നരകത്തിൽ ജീവിതവുമില്ല മരണവുമില്ല. ജീവിക്കുന്ന അർത്ഥത്തിൽ അവർ ജീവിക്കൂല. നാം മരിച്ചിട്ട് മണ്ണടിഞ്ഞു പോവോ? ഇല്ല, വീണ്ടും ശിക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കും. അപ്പോൾ നരകത്തിൽ ജീവിതവുമില്ല, പറ മരണവുമില്ല. വളരെ ഗൗരവമായ ഒരു പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. ആത്മാവിന്റെ മരണമാണ് മരണം. ആത്മാവിന്റെ മരണം എന്ന് പറഞ്ഞാൽ കുഫ്റാണ്. ആത്മാവിന്റെ ജീവിതം ഈമാനാണ്. ആത്മാവിന്റെ ജീവൻ പറഞ്ഞാൽ ഈമാനാണ്. ആത്മാവിന്റെ മരണം എന്ന് പറഞ്ഞാൽ കുഫ്റാണ്. ആത്മാവിന് അമരത്വമാണുള്ളത്. ആത്മാവ് നന്നായാൽ അമരത്വമാണ്. ആത്മാവ് മരിക്കൂല. അത് മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവ് അങ്ങനെ നിലകൊള്ളുള്ളൂ. അത് സന്തോഷിക്കും. മറ്റ് മരിക്കൂന്നും പറയാൻ പറ്റൂല. എന്നും അങ്ങനെ ഒരു അവസ്ഥയാണ്. നരകം എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതാണ് ജീവിതം. ചിന്തിക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ആത്മാവ്. ആത്മാവിന്റെ വെളിച്ചമാണ് എന്ത്? ഈമാൻ. പിന്നെ ഉള്ളത് അമലാണ്, ശരീരം ചെയ്യുന്ന അമൽ. ശരീരം ആത്മാവിന്റെ ഇഖ്ലാസോട് കൂടി ശരീരം ചെയ്യുന്ന അമലിനെ ഇത്വാഅത്ത് എന്ന് പറയും. ആത്മാവിനെ ഇഖ്ലാസ് ഇല്ലാതെ ശരീരം ചെയ്ത അമലിനെ നിഫാഖ് എന്ന് പറയും. അമലിന് ഒരു വിലയില്ല, അമൽ ഒരു ചവറാണ്. ശരീരം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ തൊഴിലാളിയാണ്. ശരീരം ആത്മാവിന്റെ തൊഴിലാളിയാണ്. തൊഴിലാളിക്ക് പൊതുവെ പണിയെടുക്കാതിരിക്കലാണ് ഇഷ്ടം. മനസ്സിലായില്ല? പൊതുവെ തൊഴിലാളിക്ക് ഇഷ്ടം പണിയെടുക്കലല്ല, പണി. അത് ഏത് തൊഴിലാളി അങ്ങനെയാ? തൊഴിലാളിക്ക് പൊതുവെ ഇഷ്ടം പണി എടുക്കാതിരിക്കലാണ്. പിന്നെന്താ? എപ്പോഴാ പണിയെടുക്കുക? ഭയങ്കര ഇന്റലിജന്റുമായി ഭയങ്കര കമ്പനിയോട് ആത്മാർത്ഥതയുള്ള ആളാണ് മാനേജർ എങ്കിൽ വളരെ ആത്മാർത്ഥമായി തൊഴിലാളി പണിയെടുക്കും. ഇത് കൂട്ടിയാലും വേണ്ടില്ല, നടന്നാലും വേണ്ടില്ല എന്ന അവസ്ഥയിലാണ് മാനേജർ എങ്കിൽ നിശ്ചയിച്ച പണി അങ്ങനെ ശരീരം എടുക്കും. പക്ഷെ ശരീരത്തിന് അതിൽ ഇഖ്ലാസ് ഒന്നും ഉണ്ടാവില്ല. കാരണം കൽപ്പിക്കുന്ന ആൾക്കതിൽ ഇഖ്ലാസ് ഇല്ല. ആത്മാവിന് പണിയില്ല. ആത്മാവ് ഇന്റലിജന്റ് ആവുകയാണ്, ഷാത്തിറാവുക. മാനേജർക്ക് പണിയൊന്നും ഇല്ലല്ലോ. മാനേജർക്ക് ഒരു പണിയില്ല. ഒന്നിരിക്കൽ അയാൾ കണ്ണും തുറന്ന് പിടിച്ച് ഓഫീസിലിരിക്കും, അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ ഓഫീസിലിരിക്കും. മനസ്സിലായില്ല?
മാനേജർക്ക് രണ്ടവസ്ഥയുള്ളത്. ഒന്ന്, അയാൾ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് ഓഫീസിലിരിക്കും, അപ്പോൾ അയാൾക്ക് ആ കമ്പനിയിൽ ഭയങ്കര മുഖലിസായിരിക്കും. അതുകൊണ്ട് ആ തൊഴിലാളികൾ മുഴുവനും ആത്മാർത്ഥമായി തൊഴിൽ ചെയ്യും. ഇയാളോ മാനേജർ ഒരു മുഖലിസായ ആളൊന്നും അല്ല. അയാൾക്ക് നമ്മളെ പോലെ തന്നെ അയാളെ ശമ്പളം കിട്ടണം, 40,000 50,000 മാസത്തിൽ കിട്ടണം എന്നുള്ളെങ്കിൽ ചിലപ്പോൾ അയാൾ മൊബൈലിൽ കളിച്ചോണ്ടിരിക്കും, അല്ലെങ്കിൽ അയാൾ ഉറങ്ങും. അപ്പോൾ പൊതുവെ മടിയന്മാരായ തൊഴിലാളികളും ഉറങ്ങും. ശരീരം തൊഴിലാളികളാണ് എന്തിന്റെ? ആത്മാവിന്റെ. ആത്മാവ് ജീവനോട് ഉണ്ടാവുമ്പോൾ നല്ല അമല് ചെയ്യും ശരീരം. അതിന് ഇത്വാഅത്ത് എന്ന് പറയും, അത് ഖബൂലാവും. ആത്മാവിന് ഇഖ്ലാസ് ഇല്ലെങ്കിലോ ആത്മാവ് ഭൗതികമായ ലക്ഷ്യത്തിനെ വേണ്ടി ശരീരത്തിനെ കൊണ്ട് അമല് ചെയ്യിപ്പിക്കും. അപ്പോൾ ശരീരത്തിന് ഒരു ആത്മാർത്ഥത ഉണ്ടാവില്ല. ആർക്കുള്ള ഇല്ലാത്തതുപോലെ ആത്മാവില്ലാത്ത പോലെ. അതിന് നിഫാഖ് എന്ന് പറയുന്നത് ഫവൈലുൽ ലിൽ മുസല്ലീൻ. അപ്പോൾ മൊത്തത്തിൽ വന്നത് ഏറ്റവും മർമ്മം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ജീവനാണ്. ആത്മാവിന്റെ ജീവനാണ് എന്ത് പറയാ? ഈമാന്. അപ്പോൾ ഈ ജീവിതത്തിന്റെ ആകെയുള്ള ലാഭം എന്നത് എന്താണ്? ഈമാനാണ്. അല്ല, ജീവിതം തന്നെയും ഈമാനാണ്. അതെങ്ങനെ കിട്ടുക? ഈമാൻ എന്ന് പറഞ്ഞാൽ മുക്തസബ് അല്ല, അത് പ്രേമത്തിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് ഈമാൻ. മനസ്സിലായില്ല? ഈമാൻ നിർമ്മിച്ചുണ്ടാക്കിയിട്ടുണ്ടാവുന്ന ഒരു സാധനമല്ല. വെളിച്ചം എന്നത് ഒരു കർമ്മമല്ല, കത്തിച്ചപ്പോൾ ഉണ്ടായതാണ് എന്ത്? വെളിച്ചം. നിങ്ങളൊന്ന് ഉഷാറിലിരിക്കേ. വെളിച്ചം എന്നത് എന്തല്ല? കർമ്മമല്ല. കത്തിക്കപ്പെട്ടതിനെ കത്തിക്കപ്പെടേണ്ടതിനെ കത്തിച്ചപ്പോൾ സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ് എന്ത്? വെളിച്ചം. വെളിച്ചം കർമ്മല്ല, വെളിച്ചം ഒരു കർമ്മല്ല. എന്നതുപോലെ ഈമാൻ കർമ്മല്ല. ഈമാൻ ജീവിച്ചിരിക്കുന്ന ഒരു ആത്മാവിനെ നേടേണ്ടത് ചെയ്യേണ്ടത് ചെയ്തപ്പോൾ ആത്മാവിന് കൈവന്നതാണ് എന്ത്? ഈമാൻ. അപ്പോൾ പിന്നെ ആത്മാവിനെ ഈമാൻ ഉണ്ടാകണമെങ്കിൽ ആത്മാവ് ചെയ്യേണ്ടത് എന്താ? ആത്മാവിന് ചെയ്യാനുള്ളത് പ്രേമമാണ്. പ്രേമത്തിന്റെ പ്രൊഡക്റ്റാണ് ഈമാൻ. പ്രേമം. ആരോടുള്ള പ്രേമം? ആരെ ഈമാൻ കൊള്ളണോ അയാളോടുള്ള പ്രേമം. ആരെ വിശ്വസിക്കണമോ അയാളെ പ്രേമിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് എന്ത്? ഈമാൻ. ഈമാൻ ഒരു പ്രൊഡക്റ്റ്. ഈമാൻ എന്നതൊരു കർമ്മല്ല, ഈമാൻ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. എന്റെ കൂടെ വരി, എന്റെ കൂടെ വരി, എന്റെ കൂടെ വരി, എന്റെ കൂടെ വരി. ഉണർന്നാ പിന്നെ തിരിയൂല, പിന്നെ എങ്ങനെ ഉറങ്ങാൻ തിരിയോ? മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഈമാൻ ഒരിക്കലും എന്തല്ല? കർമ്മല്ല, കർമ്മഫലാണ്. ആത്മാവിന് അപ്പോൾ പിന്നെ കർമ്മണ്ട പ്രേമം. ഈമാൻ ഒരു കർമ്മഫലമാണ്. ആരുടെ കർമ്മം? ആത്മാവിന്റെ കർമ്മം. എന്താണ് ആത്മാവ് ചെയ്യേണ്ട കർമ്മം? പ്രേമം. അല്ലാഹുവിനും റസൂലിനുമുള്ള വിശ്വാസത്തിനാണല്ലോ ഈമാൻ എന്ന് പറയുക. അപ്പോൾ എവിടുന്നാണ് ഉണ്ടാവുക? അല്ലാഹുവിനും റസൂലിനുമുള്ള അണമുറിയാത്ത പ്രേമത്തിന്റെ ഉൽപ്പന്നമാണ് എന്ത്? ഈമാൻ. അതാണ് ഈമാൻ. അപ്പോൾ നമ്മൾ എവിടെ എത്തിച്ചേർന്നു? ആത്മാവിനെ എന്ത് നിർമ്മിക്കണം? പ്രേമത്തെ നിർമ്മിക്കണം. പ്രേമത്തെ നിർമ്മിച്ചാൽ പ്രേമത്തിനാൽ എന്തുണ്ടാകും? ഈമാൻ. അപ്പോൾ ആത്മാവ് ജീവിക്കും. എന്റെ കൂടെ അല്ലേ? എന്റെ കൂടെ അല്ലേ? അപ്പോൾ ആത്മാവ് എന്ത് ചെയ്യണം? പ്രേമിക്കണം. പ്രേമം എങ്ങനെയുണ്ടാവും? പ്രേമം എന്നത് വെറുതെ ഉണ്ടാവില്ല, അറിവിനാൽ ഉണ്ടാവുന്നതാണ് പ്രേമം. പ്രേമത്തിന്റെ അടിത്തറ അറിവാണ്. ആത്മാവിന്റെ ജീവനും മരണവും ഞാൻ ഖുർആനിലെ ആയത്തുകളോട് സമർപ്പിച്ചു. ആത്മാവിന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ ഈമാനാണ്.
ആത്മാവിന്റെ മരണം എന്നാൽ കുഫ്റാണ്. അപ്പോൾ ആത്മാവ് ജീവിക്കണമെങ്കിൽ ഈമാൻ. ഈമാൻ ഉണ്ടെങ്കിൽ ആത്മാവ് മരിക്കൂല, എന്ന് ജീവിക്കും. അപ്പോൾ വേണ്ടതെന്താ? ഈമാൻ. അതെങ്ങനെ ഉണ്ടാവും? അത് കർമ്മല്ല, കർമ്മഫലാണ്. അപ്പൊ എന്താ കർമ്മം? പ്രേമം. ഓഹോ, അപ്പോൾ നമുക്കിനി പ്രേമം ഉണ്ടാകണം. ആരോടുള്ള പ്രേമം? ആരെയാണോ ഈമാൻ കൊള്ളേണ്ടത് അവരിലുള്ള പ്രേമം. അതാരാ? അല്ലാഹുവും റസൂലും. അവരെ നമ്മൾ എന്ത് ചെയ്യണം? പ്രേമിക്കണം. ഓഹോ, എന്നാ പ്രേമിക്കാം. പക്ഷെ പ്രേമം എങ്ങനെ ഉണ്ടാവും? പ്രേമം ഉണ്ടാകണമെങ്കിൽ അറിവുണ്ടാകണം. അറിവിന്റെ പ്രൊഡക്റ്റ് ആണ് പ്രേമം. അതായത് ആരെ പ്രേമിക്കുന്നുവോ അയാളെ കുറിച്ചുള്ള എന്റെ ബന്ധത്തെ കുറിച്ചുള്ള എന്റെ അറിവിനാൽ ഉണ്ടായതാണ് പ്രേമം. ആരെ പ്രേമിക്കുന്നുവോ അയാളെ ഞാനുമായുള്ള ബന്ധത്തെ കുറിച്ചുള്ള എന്റെ അറിവാണ് എന്തുണ്ടാക്കിയത്? പ്രേമം. അത് ആ അറിവിൽ നിന്നാണ് പ്രേമം ഉണ്ടായത്. മനസ്സിലായോ? ഞാനും പ്രേമിക്കുന്ന നിങ്ങളും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ചുള്ള എന്റെ അറിവിനാണ് എനിക്ക് നിങ്ങളോട് പ്രേമം ഉണ്ടാക്കിയത്. നിങ്ങളതും അങ്ങനെ തന്നെയാണ്. നിങ്ങളെ പേരെന്താ? നിങ്ങളെ പേര് മൂസ. നിങ്ങൾ ഇവിടെ 2001 ക്ലാസ്സിൽ വരെ ഞാൻ തുടങ്ങുന്ന കാലത്തെ ഉള്ള ഒരു വിദ്യാർത്ഥിയാണ് അല്ലെ? അങ്ങനെ തന്നെയാണല്ലോ. ഇത് 2018. അപ്പൊ നിങ്ങൾ ഏകദേശം ഈ ക്ലാസ്സിൽ വരാൻ തുടങ്ങിയിട്ട് 18ാമത്തെ വർഷം. അങ്ങനെ തന്നെയല്ലേ? ഓഹോ, അപ്പൊ നമ്മൾ ഒരു ലോകത്തിലാണ്. എന്ത്? നിങ്ങൾ എന്റെ വിദ്യാർത്ഥിയാണ്. അങ്ങനെ അങ്ങനെ പോകുന്നു. ഒരു ദിവസം എന്റെ ഒരു മൂത്താപ്പയോ എളാപ്പയോ ഈ ക്ലാസ്സിൽ വന്നപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ കെട്ടിപ്പിടിച്ച്, പഠിച്ചവനെ മൂസ എത്ര കാലായി കണ്ടിട്ട്, എന്താണ് എന്നൊക്കെ ചോദിച്ച്. അപ്പോ ഇയാൾ എന്നോട് പറഞ്ഞ്, നിനക്ക് മനസ്സിലായില്ലേ, ഇത് പണ്ട് നമ്മളെ മുക്കത്തേക്ക് വന്ന നമ്മളെ മൂത്താപ്പാന്റെ മകന്റെ മകനല്ലേ, ഇത് ആരാണ് വിചാരിച്ചതെന്നാണ്. മനസ്സിലായില്ല? മനസ്സിലായില്ലേ? ഈ മൂസ എന്ന് പറഞ്ഞ ആരാണ്? പണ്ട് മൂത്തേന്ന് മുക്കത്തേക്ക് നാടുവിട്ട് വന്ന് ഇവിടെ പെണ്ണെട്ടി കൂടി നമ്മളെ മൂത്താപ്പാന്റെ മകനല്ലേ, അയാളെ മകനല്ലേ എന്നെ വിചാരിച്ചതെന്നാണ്. അതോടുകൂടി നിങ്ങൾ ഇതിന്റെ ആളായി. മനസ്സിലായില്ല? അന്ന് മുതൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ചാൻസ് ഉണ്ടാവും. അതുവരെ നിങ്ങൾ വിദ്യാർത്ഥിയാണ്. അന്ന് മുതൽ നിങ്ങൾ എന്റെ സ്വന്തക്കാരനാണ്. മനസ്സിലായില്ല? പിന്നെ ഇവിടെ എന്തെങ്കിലും പറയണമെങ്കിൽ നിങ്ങളോട് പറയേണ്ടി വരും. മനസ്സിലാവണില്ല? കാരണം നിങ്ങൾക്ക് തന്നെ ചിന്തിക്കേണ്ടത് വളരെ ആഴമുള്ള ഒരു വിഷയം നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമായി. കാരണം നിങ്ങളെ പ്രേമിക്കണം ഞാൻ. ഈ പ്രേമം ഇവരോടുള്ള പ്രേമം പോലെയല്ല. നിങ്ങൾ എന്റെ ഒരു രക്തബന്ധുവാണ് എന്ന എന്റെ അറിവിൽ നിന്നാണ് എനിക്ക് നിങ്ങളോട് പ്രേമം ഉണ്ടായത്. നിങ്ങളെ ഭാര്യന്റെ പേരെന്താ? ഫാത്തിമ. എന്നാ കിട്ടിയത്? 74. ഉറപ്പിച്ചു പറയാം. 71 ആയിക്കോട്ടെ. 71 ആയിക്കോട്ടെ. നിങ്ങൾ ഫാത്തിമ എന്ന പെണ്ണിനെ 71 കിട്ടി. എവിടുന്ന്? കാരമൂല. കാരമൂലയിൽ നിന്ന് 1971 നിങ്ങൾ ഫാത്തിമയെ കിട്ടി. ഫാത്തിമയുടെ എത്രാമത്തെ വയസ്സിൽ? 14 വയസ്സിൽ. ഓക്കെ. ഫാത്തിമയുടെ 14ാമത്തെ വയസ്സിൽ കാരമൂലയിൽ നിന്ന് നിങ്ങൾ ഫാത്തിമയെ കിട്ടി. ഏതാ ദിവസം ഓർമ്മയുണ്ടോ? ഞായർ തന്നെ പറയാം, ദിവസം പറയും, മാസം പറയും. മാർച്ച് എത്രാം തീയതി? 14. ഓക്കെ. അപ്പോൾ മാർച്ച് 1971 മാർച്ച് 14ാം തീയതി 14കാരിയായ കാരമൂലക്കാരിയായ ഫാത്തിമയെ നിങ്ങൾ കെട്ടി. ശരി. മാർച്ച് 13 ഉണ്ടായിരുന്നല്ലോ, മാർച്ച് 12 ഉണ്ടായിരുന്നല്ലോ, മാർച്ച് 11 ഉണ്ടായിരുന്നല്ലോ, മാർച്ച് 10 ഉണ്ടായിരുന്നല്ലോ. അന്നൊക്കെ നിങ്ങൾക്ക് ഫാത്തിമയോട് പ്രേമുണ്ടായിരുന്നു. ഫാത്തിമക്ക് 13ാമത്തെ വയസ്സുണ്ടായിരുന്നല്ലോ, 12ാമത്തെ വയസ്സുണ്ടായിരുന്നല്ലോ, 10ാമത്തെ വയസ്സുണ്ടായിരുന്നല്ലോ. നിങ്ങൾക്ക് ഫാത്തിമയോട് പ്രേമുണ്ടായിരുന്നു. എന്തുകൊണ്ട്? നിങ്ങളുടേതാണ് ഈ ഫാത്തിമ എന്ന നിങ്ങളുടെ അറിവ് അപ്പോൾ നിങ്ങൾക്ക് ഇല്ല. തിരിച്ചു നോക്കൂ.
ഓടിച്ചാടി നടക്കുന്ന കാലത്തെ ഫാത്തിമാന്റെ ബാപ്പയും നിങ്ങളെ ബാപ്പയും ചങ്ങായിമാരാണ് സങ്കല്പിക്കി. മദ്രസയിൽ നിങ്ങളിന്റെ കൂടെ വരണട്ടാ. നിങ്ങളെ ബാപ്പയും ഫാത്തിമാന്റെ ബാപ്പയും ചങ്ങാതിമാരായിരുന്നു സങ്കല്പിക്കി. ഓടിച്ചാടി നടക്കുന്ന കാലത്തെ ബാപ്പാര് നമ്മൾ പറയും നമുക്ക് ഫാത്തിമാനെ മൂസനെ കൊണ്ട് കെട്ടിക്കണം. അങ്ങനെ ഒപ്പം ഞങ്ങളുടെ സ്കൂളിലേക്ക് പോകും, മദ്രസയ്ക്ക് പോകുമ്പോഴും അവള് വരമ്പുന്ന വീടാണെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കും. വേറെ ഓടിയാലും നിങ്ങൾ ഓടൂല. കാരണം ഇപ്പോൾ കെട്ടിയിട്ടില്ലെങ്കിലും ഇത് ഭാവിയിൽ എന്റെ ഭാര്യ ആണ്ടോളാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? സത്യല്ലേ? നിങ്ങൾക്ക് കയറി വരണം കേട്ടോ. ഞങ്ങൾക്കൊരു വലിയ സത്യമാണ് ഞാൻ ഈ പറഞ്ഞത്. എടാ കുട്ടികളെ, നിങ്ങൾ കാര്യം പഠിക്കണം. ലോകത്തെ പമ്പര വെട്ടികൾ ഇറങ്ങിയ കാലമാണിത്. നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? രണ്ടവസ്ഥയുള്ളത്. നിങ്ങൾ കാരമൂല കൂടെ സൈക്കിൾമ കൂടെ പോയ ഒരു കാലം ഉണ്ടായിട്ടുണ്ടാവും പണ്ട്. അന്ന് നിങ്ങൾക്ക് ഫാത്തിമയോട് ഒരു പ്രേമമില്ല. കാരണം ഫാത്തിമ എന്നൊരാളെ പറ്റി നിങ്ങൾക്ക് അപ്പോൾ അറിവില്ല. അവിടെ റോഡ് സൈഡിൽ പല പെണ്ണുങ്ങളുണ്ടാവും. നിങ്ങൾ അതിൽ കൂടുതൽ കണക്കാക്കും. എന്തുകൊണ്ട്? നിങ്ങളെ പ്രേമഭാജനമായ ഫാത്തിമയെ പറ്റി അന്ന് നിങ്ങൾക്ക് എന്തില്ല? അറിവില്ല. അപ്പോൾ അറിവാണ് എന്തിനുണ്ടാക്കിയത്? പ്രേമം. അറിവുണ്ടെങ്കിൽ പ്രേമം ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞു. രണ്ടാമത്തെ ഉദാഹരണം ഒന്നും കൂടി എളുപ്പമാവും. എങ്ങനെ? നിങ്ങൾ 7ാമത്തെ വയസ്സിൽ തമ്മിൽ നിങ്ങളും ഫാത്തിമയും കാരമൂല അടുത്തടുത്ത് താമസിക്കുന്ന കാലമാണെന്ന് സങ്കല്പിക്കുക. ഒരേ സ്കൂളിലേക്ക് മദ്രസയ്ക്ക് പോകുന്നവരും വേറുള്ള പെൺകുട്ടികളെ പോലെ അല്ല നിങ്ങൾ ഫാത്തിമയെ കണക്കാക്കുക. എങ്ങനെയാണെങ്കിൽ ഫാത്തിമയുടെ ബാപ്പ നിങ്ങളെ ബാപ്പയോട് പറയുന്നത് ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്ത്? മൂസനെ കൊണ്ട് കെട്ടിക്കണം. ആരെ? ഫാത്തിമയെ. എങ്കിൽ ഫാത്തിമാനെ സ്കൂളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകമായി പരിഗണിക്കും. നമ്മൾ ചോറ്റുപാത്രത്തിന് ചോറ് തിന്നുന്ന നേരത്താണ് വിവരം കിട്ടിയത്. പിന്നെ എന്ത്? സ്കൂളിലെ കിണറിന്റെ അവിടെ അവൾക്ക് ഫാത്തിമ വീണിട്ട് എന്തോ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓടിപ്പോവും. എന്തുകൊണ്ട്? നിങ്ങളെ ഒരു അറിവുണ്ട്. ഫാത്തിമ ഭാവിയിൽ നിങ്ങളുടെ ഭാര്യയാണ്. നിങ്ങൾക്ക് വയസ്സ് 7 അല്ലെങ്കിൽ 8, എന്നാലും നിങ്ങൾ പരിഗണിക്കും. എന്തുകൊണ്ട്? ഫാത്തിമയെ കുറിച്ച് നിങ്ങൾക്ക് എന്തുണ്ട്? എന്തുണ്ട്? അറിവുണ്ട്. സത്യല്ലേ? ഇതിലെന്തിനാ അമേരിക്കയിൽ പോയി പഠിക്കേണ്ട ആവശ്യം? ഇത് ബുദ്ധി, ഇത് എളുപ്പത്തിൽ മനസ്സിലാവുമല്ലോ ചെന്നത്. അപ്പോൾ പ്രേമം ഉണ്ടാക്കിയതെന്ത? അറിവ്. അപ്പൊ വിഷയത്തിലേക്ക് തിരിച്ചു വരും. ഇനി വീണ്ടും പോയിട്ട് ഒന്നുകൂടി വരും. മനുഷ്യൻ 2 സാധനമാണത്. ഒന്ന് ഈ കാണുന്ന പദാർത്ഥം, 2 ബേസിക് സോൾ, ആത്മാവ്. 2 തരം മരണമാണത്. ഫിസിക്കലിയായ മരണവും സ്പിരിച്വലി മരണവും. ശരീരത്തിന്റെ മരണവും ആത്മാവിന്റെ മരണവും. ശരീരത്തിന്റെ മരണം വേണ്ട, ആത്മാവും ശരീരവും വേർപെടുക. അതൊരു പ്രശ്നമല്ല, കാര്യമൊന്നുമല്ല. ആത്മാവിന്റെ മരണം. അതെന്താ ആത്മാവിന്റെ മരണം? അതിന്റെ ചൈതന്യം കെട്ടുക. അപ്പൊ എന്താ ചൈതന്യ ഈമാനാണ്. മനസ്സിലായോ? അപ്പോൾ പിന്നെ ആത്മാവിന്റെ മരണം എന്താ? കുഫർ. അപ്പോൾ ആത്മാവ് എപ്പോഴും എങ്ങനെ ആയിരിക്കണം? ഈമാനിലായിരിക്കണം. ഈമാനിലായി കഴിഞ്ഞാൽ മരിച്ചാൽ പ്രശ്നമില്ല, ജീവിച്ചാൽ പ്രശ്നമില്ല, സ്വർഗത്തിൽ പോയാലും പ്രശ്നമില്ല, മേശറിൽ പോയാലും പ്രശ്നമില്ല, ദുനിയാവിൽ ഇരുന്നാലും പ്രശ്നമില്ല. കാരണം ആത്മാവിന് എന്തുണ്ട്? ചൈതന്യം. എന്താ ചൈതന്യം? ഈമാൻ. ഇവിടെ ഇരുന്ന പ്രശ്നമില്ല. മേശറിൽ പോയി അവിടെ അരസിന്റെ തണലിട്ടു. ഖബറിൽ പോയി അവിടെ മുങ്കറിലേക്ക് നമ്മളെ കണ്ടിട്ട് പേടിച്ചു പോയി. സ്വർഗം പറയും വേണ്ട. എന്തുണ്ടെങ്കിൽ? ആത്മാവിന് എന്തുണ്ടെങ്കിൽ? ഈമാൻ ഉണ്ടെങ്കിൽ. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്താ ഈമാൻ? ഈമാൻ നമ്മൾ പഠിച്ചു. ഈമാൻ എന്നാൽ കർമ്മമല്ല, കർമ്മഫലമാണ്. എന്താ? അപ്പൊ പിന്നെ എന്താ കർമ്മം? ഈമാൻ എന്ന കർമ്മഫലം ഉണ്ടാകണമെങ്കിൽ എന്താ കർമ്മം? കർമ്മം പ്രേമമാണ്. ആരെയാണോ വിശ്വസിക്കേണ്ടത് അയാളെ പറ്റിയുള്ള പ്രേമത്തിനാൽ ഉണ്ടായതാണ് എന്ത്? ഈമാൻ. അപ്പോൾ പിന്നെ വേണ്ടത് എന്തായി? ആത്മാവിന് എന്ത് വേണം? അള്ളാഹുവിനും റസൂലിനും അവരാണല്ലോ ഈമാൻ കൊള്ളേണ്ടത്. അവരെ കുറിച്ച് എന്ത് വേണം? പ്രേമം വേണം. അടുത്ത വിഷയത്തിലേക്ക് ഇറങ്ങാൻ വീണ്ടും പ്രേമം ഉണ്ടാവുക. പ്രേമം എന്നത് അറിവിന്റെ പ്രൊഡക്റ്റാണ്. അറിവിൽ നിന്ന് പ്രേമം ഉണ്ടാവുക. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? പറയും മനസ്സിലായില്ലേ? ഉറപ്പ് മനസ്സിലാവണ്ടേ? അത്ര മനസ്സിലാകും. ക്ലാസ് എടുക്കാൻ മാത്രം നിങ്ങൾക്ക് പഠിക്കണ്ട. നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് കിട്ടിയാൽ മതി. അത് കിട്ടും. നിങ്ങൾക്കൊരു വെളിച്ചം കിട്ടും. ഇപ്പൊ ഉദാഹരണം പറയാം. ഞാൻ 2000-ന് മുമ്പ് ഇതിലെ എങ്ങനെ ബസ്സിന് പലവട്ടം പോയിട്ടുണ്ടാവുമല്ലോ.
നിങ്ങൾ ഞാനിരിക്കുന്ന സീറ്റിൽ ഇവിടുന്ന് ഞാൻ ഏതോ അരീക്കോടൻ ബസ് കയറിയപ്പോൾ നിങ്ങൾക്ക് കറുത്തറമ്പ് കൊണ്ടുവരാൻ ആവശ്യമുണ്ട്, നിങ്ങൾ ആ സീറ്റിന്റെ അപ്പുറത്ത് ഉണ്ടാവുമല്ലോ. മനസ്സിലായോ? ഞാനൊന്ന് ഒതുങ്ങാതിരിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നീങ്ങിരിക്കും മൂല്യരെ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. മനസ്സിലായോ പറഞ്ഞത്? നിങ്ങൾ ഇനി രൂക്ഷമായി നോക്കിയിട്ടുണ്ടാവുമല്ലോ. ഇയാളത് എവിടുന്ന് വരുന്ന ഒരു കറുകറുത്ത മൂല്യത്തെ എവിടുന്ന് കാട്ടുന്ന ഇയാൾ വരുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ. മനസ്സിലായോ? ഇപ്പൊ നിങ്ങളെ അവസ്ഥ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ ഞാൻ രണ്ടാളിരിക്കേണ്ട സ്ഥാനത്ത് ഒരാളില്ല, ഞാൻ ഒറ്റക്കാണെങ്കിൽ പോലും നിങ്ങൾ അവിടെ ഇരിക്കൂല. ഞാൻ അവിടെ നിന്നുള്ള അവസ്ഥ നിങ്ങൾ പ്രായത്തിലിരിക്കും എന്നാണല്ലോ പറയാ. എന്താ കാരണം? നിങ്ങൾക്ക് എന്നെ പറ്റിയുള്ള സ്നേഹം. അതിന് കാരണം എന്താ? നിങ്ങൾക്ക് എന്നെ പറ്റിയുള്ള അറിവ്. പ്രേമം എന്തിന്റെ ഈമാൻ പ്രേമത്തിന്റെ പ്രൊഡക്റ്റാ. പ്രേമം അറിവിന്റെ പ്രൊഡക്റ്റാ. അപ്പൊ ഇനി അടുത്ത വിഷയം, അറിവ് എങ്ങനെ ഉണ്ടാവും? അറിവിന് രണ്ട് വഴിയാണുള്ളത്. إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا. അറിവ് രണ്ട് വഴിയിലേ ഉണ്ടാകൂ. ഒന്നിരിക്കൽ കണ്ണിലൂടെ അറിവ് കിട്ടും, അല്ലെങ്കിൽ ചെവിയിലൂടെ അറിവ് കിട്ടും. കണ്ണിലൂടെ അറിവ് കുറച്ച് കിട്ടൂ. ചെവിക്ക് നിയന്ത്രണമില്ലാത്തതുകൊണ്ട് ചെവിക്ക് പരിധിയില്ലാതെ അറിവ് കിട്ടും. കണ്ണിനും ചെവിക്കുന്ന പ്രശ്നം ഇത്തിഹാദു സമാനി വൽ മകാനി. ആ പോയിന്റിൽ മാത്രമേ കണ്ണിലൂടെ അറിവ് കിട്ടൂ. ഇത്തിഹാദു സമാനി വൽ മകാനി. അറിയേണ്ട ആളെ കുറിച്ച് കാലവും സ്ഥലവും ഒന്നായാൽ മാത്രമേ കണ്ണ് അറിവിനെ കൊണ്ടുവരൂ. അറിവിന് കണ്ണിലൂടെയും അറിവ് കയറും. കണ്ണിലൂടെയും അറിവ് കയറും, ചെവിയിലൂടെയും അറിവ് കയറും. കണ്ണിലൂടെ അറിവ് കയറണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ആരെ പറ്റി അറിയണമോ ആ ആളുടെയും നമ്മുടെയും കാലവും സ്ഥലവും ഒന്നായാൽ മാത്രമേ അയാളെ പറ്റിയുള്ള അറിവ് കണ്ണ് കൊണ്ടുവരുള്ളൂ. മനസ്സിലായില്ല? നമുക്ക് ആരെ പറ്റി അറിവിൽ നിന്ന് പ്രേമുണ്ടാവും. അറിവ് എങ്ങനെ ഉണ്ടാവും? കണ്ണിൽ നിന്നും. കണ്ണിലൂടെയും കാതിലൂടെയും എന്തുണ്ടാവും? അറിവുണ്ടാവും. കണ്ണിലൂടെ അറിവുണ്ടാകണമെങ്കിൽ ആരെ പറ്റിയാണോ അറിയേണ്ടത്, എന്തിനെ പറ്റിയാണോ അറിയേണ്ടത്, അയാളും അറിയുന്ന ആളും തമ്മിൽ ഇത്തിഹാദു സമാനി വൽ മകാനി, കാലവും സ്ഥലവും ഒന്നാകണം. ഉദാഹരണം പറയാ, ആദമിനെ പറ്റി കണ്ണിലൂടെ അറിവ് കിട്ടൂല. കാരണം ആദമിന്റെ സ്ഥലവും സമയവും കാലവും സ്ഥലവും നമ്മുടെ സമയവും സ്ഥലവും ഒന്നല്ല. നമ്മളെ വല്യാപ്പാന്റെ വാപ്പയെ പറ്റി നമുക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. അത് കണ്ണിലൂടെ കിട്ടിയല്ല, ചെവിയിലൂടെ കിട്ടിയ. വല്യാപ്പാന്റെയും വല്യാപ്പ, ബാപ്പക്ക് തങ്ങളെയും ബാപ്പ, പൂക്കോയത്തങ്ങളെ വാപ്പ, അവരെ പറ്റിയൊക്കെ നമുക്ക് അറിവുണ്ട്. എയിലെ കിട്ടിയല്ല, കണ്ണിലൂടെ കിട്ടൂല. കാരണം അവരുടെയും നമ്മുടെയും സമയവും സ്ഥലവും ഒരിക്കൽ പോലും ഒന്നായിട്ടില്ല. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അതുകൊണ്ട് പരിമിതമായ അറിവേ എന്തിലൂടെ കിട്ടൂ? കണ്ണിലൂടെ കിട്ടൂ. നിങ്ങളുടെ കൂടെ അല്ലേ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ ഇവിടെ സ്ഥലത്തുണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞത് മനസ്സിലാവില്ലേ? അറിവിന് രണ്ട് മാധ്യമമാണ് പ്രധാനമായും. എന്തൊക്കെ? ഒന്ന് കണ്ണും ഒന്ന് ചെവിയും. കണ്ണിലൂടെയുള്ള അറിവിന്റെ പ്രശ്നം എന്താ? ഇത്തിഹാദു സമാനി വൽ മകാനി, കാലവും സ്ഥലവും ഒന്നായാൽ മാത്രമേ എന്തിലൂടെ അറിവ് ഉണ്ടാകൂ? കണ്ണു. അല്ലെങ്കിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് കുറഞ്ഞ ആളുകളെ പറ്റി മാത്രമേ കണ്ണ് അറിവിനെ കൊണ്ടുവരൂ. ചെവി അങ്ങനെയല്ല. ചെവിക്ക് ഷട്ടർ വരെ ഇല്ല. കണ്ണിന് ഷട്ടർ ഉണ്ട്. കാരണം ചെവിക്ക് ഷട്ടർ ഇട്ടില്ല. എന്തുകൊണ്ട്? അയാൾ അനിയന്ത്രിതമായി നിൽക്കട്ടെ. ഈ തൂങ്ങിക്കിടക്കുന്ന ഈ തട്ട ഇവിടെ വിദ്യാക്കിയിരുന്നെങ്കിൽ ഇതിന് ഷട്ടറാക്കിയിരുന്നല്ലോ. ഇതിപ്പോ ഒരു ബേസ്റ്റ് എന്ന് വേണമെങ്കിൽ വരെ പറയാം. എന്ത് ഒന്ന് പറയാം മനുഷ്യന്മാരെ?
പറയും മനുഷ്യന്മാരെ, ഇത് പെണ്ണുങ്ങൾക്കാവുമ്പോ ജിമിക്ക് തൂക്ക, ആണുങ്ങൾക്ക് ജിമിക്കില്ലല്ലോ. ഒന്ന് പറയാ ചങ്ങായി. ഈ കുന്നി 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 എന്ന് പറയുന്ന ഇത് ഇവിടെ അങ്ങോട്ട് തൂക്കിയിരുന്നെങ്കിൽ എന്താക്കിയിരുന്നു? ചെവിക്ക് ഷട്ടറാക്കിയിരുന്നു. ഏതിന് ഷട്ടർ ഉള്ളത് പോലെ കണ്ണിന് ഷട്ടർ ഉണ്ട്. കണ്ണിന് കുറച്ച് ആളുകളെ കാണണ്ടുള്ളൂ, അതുകൊണ്ട് ഷട്ടർ ഇട്ട് വെക്കാം. ചെവിക്ക് കുറച്ചൊന്നും ആളുകളെ അല്ല കിട്ടേണ്ടത്, അതുകൊണ്ട് മൂപ്പർക്ക് ഷട്ടർ ഇട്ടാൽ മുതലാവില്ല. ചെവിയുടെ ഷട്ടർ ചെറിയ മരണമാണ്, അല്ലെങ്കിൽ വലിയ മരണമാണ്, അല്ലെങ്കിൽ മൊത്തം അയാൾ ഇന്റലിജന്റ് ആണ്. തിരിഞ്ഞിട്ടില്ല. ചെവി 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 ഫുൾ ടൈം വർക്കിലായിരിക്കും. അയാളെ വർക്ക് മുടക്കൽ ഒന്നിരിക്കൽ ചെറിയ മരണം, അല്ലെങ്കിൽ വലിയ മരണം. ചെറിയ മരണം ഉറക്കം, വലിയ മരണം മരണം. ഏറ്റവും വർക്ക് ചെയ്യേണ്ട ആളാണ് ആര്? ആര്? ചെവി. കാരണം ഭയങ്കര അറിവാണ് അയാൾ കൊണ്ടുവരുന്നത്. അയാൾക്ക് ഒരു ഒഴിവുണ്ടാവില്ല. ആർക്ക്? ചെവിക്ക്. മാത്രമല്ല, ചെവിക്ക് വേറൊരു പ്രശ്നമുണ്ട്. കണ്ണിന് ചെവി പ്രശ്നം. കണ്ണിന് കാണാതിരിക്കാം, ചെവിക്ക് കേൾക്കാതിരിക്കാൻ പറ്റൂല. കണ്ണിന് കാണാതിരിക്കാം. എനിക്ക് നിങ്ങളെ കാണുന്ന ഇഷ്ടമല്ല, അപ്പൊ ഞാൻ എന്താക്കി? പൂട്ടി. എനിക്ക് നിങ്ങളെ വർത്താനം കേൾക്കുന്നത് ഇഷ്ടമല്ല, എന്നതിനുവേണ്ടി ബൊപ്പില്ല. എന്ത് വേണ്ടിവരും പറയാ, കേൾക്കുന്ന വേണ്ടി. എന്തുകൊണ്ട്? നിയന്ത്രണമില്ലാത്ത അറിവിന്റെ ദാഴിയും വാഴയും പാത്രവും ക്ഷണിതാവും എല്ലാമാണ് ആര്? ചെവി. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? രണ്ട് വഴിക്കേ അറിവ് കിട്ടൂ. ഒന്നിരിക്കൽ കണ്ണിലൂടെ, അല്ലെങ്കിൽ ചെവിയിലൂടെ. فجعلناه سميعا بصيرا. കാലം സ്ഥലം ഒന്നാകാതെ വരുമ്പോൾ ഒറ്റ ആൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ കഴിയും. ആർക്ക്? ചെവിക്ക് മാത്രം. എന്നിട്ട് ചെവി അറിവിനെ കൊണ്ടുവരും. അറിവ് പ്രേമത്തെ കൊണ്ടുവരും. പ്രേമം ഈമാനെ കൊണ്ടുവരും. ഈമാൻ ആത്മാവിനെ ജീവിപ്പിക്കും. ഒന്നുകൂടി തിരിച്ചു വരും. വേഗം 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 വേഗം. നിങ്ങൾ ഇതിന്റെ കൂടെ അല്ലേ? ഇപ്പൊ പൊട്ടിക്കും, ഇപ്പൊ പൊട്ടിക്കും, ഇപ്പൊ പൊട്ടിക്കാനായി. ഇനിയിപ്പൊ ചെമ്പ് ഇങ്ങോട്ട് പൊട്ടിച്ചാ മതി. മനസ്സിലാവാൻ പറഞ്ഞ കുട്ടികളെ, ഇതിനൊന്നും മറുപടി പറയാൻ ലോകത്തൊരാൾക്ക് കഴിയില്ല. ഇന്ന ചീത്തറ കൊണ്ട് മറുപടി ആവില്ലല്ലോ. ഇത് വളരെ ബേസ്മെന്റാണ്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അറിവ് കൊണ്ടുവരുന്നത് ഒന്നിരിക്കൽ കണ്ണ്, അല്ലെങ്കിൽ ചെവി. അറിവിന് കണ്ണിന് അറിവ് കിട്ടണം, കൊണ്ടുവരണമെങ്കിൽ ആ അറിയപ്പെടേണ്ട ആളും നമ്മൾ തമ്മിൽ കാലത്തിലും സ്ഥലത്തിലും ഒന്നാകണം. അതുകൊണ്ട് പരിമിതമായ ആളുടെ അറിവ് മാത്രമേ ആര് കൊണ്ടുവരൂ? കണ്ണ്. കൊണ്ട് നോക്കാം. അപ്പോൾ പിന്നെ അറിവ് കൊണ്ടുവരേണ്ടതാരാ? ചെവി. അതുകൊണ്ട് ചെവിക്ക് അടപ്പനല്ല. അയാളെ രണ്ട് സന്ദർഭത്തിൽ മാത്രമേ അയാളെ കർമ്മം മുടങ്ങുള്ളൂ. ഒന്നിരിക്കൽ ചെറിയ മരണം, അല്ലെങ്കിൽ വലിയ മരണം. ചെറിയ മരണമാണ് എന്ത്? വർക്ക്. അല്ലെങ്കിൽ ഫുൾ ടൈം അയാൾ തുറന്നു ചോദിക്കും. മനസ്സിലാണ്ട് പറഞ്ഞത്? ചെവി അറിവിനെ കൊണ്ടുവരും. അറിവ് പ്രേമത്തെ കൊണ്ടുവരും. പ്രേമം ഈമാനിനെ കൊണ്ടുവരും. ഈമാൻ ആത്മാവിനെ ജീവിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും മുടക്കാൻ പറ്റാത്തതാണ് ആരുടെ പണി? ചെവിയുടെ പണി. ചെവി എന്ത് ചെയ്യണം? ആരെയാണോ ഈമാൻ കൊള്ളേണ്ടത് അയാളെ പറ്റി കേട്ടുകൊണ്ടേയിരിക്കണം. അത് ചെവിക്ക് വാജിബായിരിക്കും. കേൾക്കണമെങ്കിൽ പറയണം. അപ്പോൾ മൗലൂദ് വാജിബാണ്, സുന്നത്തല്ല. നിങ്ങൾ ഇവിടെ ഉണ്ടോ? മൗലൂദ് സുന്നത്താണ് എന്ന് പറഞ്ഞാൽ കാര്യം അറിയാതെ കടലാസ് തപ്പിയ മൂലയിരുന്ന അതിനർത്ഥം. കടലാസ് പോത്ത് തിന്നുന്ന സാധനമാണ്, അതിനൊരു കാര്യമില്ല. ആത്മാവ് തുറന്നു നോക്ക്. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? വളരെ ചിന്തിക്കണം. എന്താ ചിന്തിക്കേണ്ടത്?
ഒരു കാരണവശാലും മുടക്കാൻ പാടില്ലാത്തതാണ് അള്ളാഹുവിനെ പറ്റിയുള്ള കേൾവിയും റസൂലിനെ പറ്റിയുള്ള കേൾവിയും. കേൾക്കണമെങ്കിൽ പറയണം, കേട്ടാൽ കേൾക്കണമെങ്കിൽ പറയണം, പറഞ്ഞാൽ കേൾക്കും. ഒന്നിരിക്കൽ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കണം, അല്ലെങ്കിൽ വേറൊരാള് പറയുന്നോടത്ത് നമ്മൾ പോയി ഇരിക്കണം. എന്നിട്ട് നമുക്ക് ഉണ്ടായിട്ട് ചെവി ഇങ്ങനെ കേട്ടും. അപ്പോൾ നമുക്ക് അറിവ് കൂടും, അള്ളാനെയും റസൂലിനെയും. അപ്പോൾ നമുക്ക് പ്രേമം കൂടും, അപ്പോൾ നമുക്ക് ഈമാൻ കൂടും, അപ്പോൾ നമ്മളെ ജീവനായി നിലനിൽക്കും. മനസ്സിലായോ പറഞ്ഞത്? അങ്ങനെ വരുമ്പോൾ മൗലൂദോടൽ നിർബന്ധമായിരിക്കും. മനസ്സിലാകാത്തോട് ഉണ്ടാവുന്നോ? മനസ്സിലാവൂല എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ പദങ്ങൾ തന്നെ പറഞ്ഞോണമെന്നില്ല, ആ പദങ്ങൾ മനസ്സിലായിക്കൊള്ളണം എന്നുമില്ല. രണ്ട് നിലക്കും പറയാം. ഒന്ന് മനസ്സിലാവുന്ന വിധത്തിൽ പറയാം, ഒന്ന് ആവറേജ്, അത് ആളുടെ മഹത്വമാണെന്ന് മനസ്സിലാവുക. ഉദാഹരണം പറയാം, ഖുർആൻ ഓടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അറബി ഭാഷ അറിയില്ലെങ്കിൽ തന്നെ ഖുർആനിൽ അയാൾ ലയിക്കുമ്പോൾ അയാൾ കരയും. അയാൾക്ക് ആ ഭാഷയുടെ ഗ്രാമർ യാതൊരു കാരണവശാലും അറിയുന്നില്ല. പക്ഷെ അയാൾക്ക് അറിയും ഇത് ഖുർആനാണ്, ഇത് അള്ളാന്റെ വലുപ്പത്തിലാണ്. അപ്പോൾ അയാൾ കരയും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അറിയുന്ന വിധത്തിൽ കൂടി, മനസ്സിലാവുന്ന വിധത്തിൽ കൂടി പറഞ്ഞാൽ വളരെ നല്ലത്. ഞാൻ ഈ മൗലൂദ് എന്ന് പറഞ്ഞത് കേവലം ഭാഷയിലെ വ്യത്യാസമല്ല കുട്ടിയെ. മലയാളത്തിൽ പറഞ്ഞാൽ മൗലൂദാണ്, അറബി പറഞ്ഞാൽ മൗലൂദാണ്. മൗലൂദ് ഓതാണ് നിങ്ങളെ ഭാഷയെല്ലാം പറഞ്ഞത്. അള്ളാഹുവിനെയും റസൂലിനെയും പറ്റി കേൾക്കുക, പറയും. എന്ത് കേൾക്കുക? അവരെ വലിപ്പത്തരം കേൾക്കുക, അവരെ കൽപ്പനയല്ല, അവരെ സ്തുതികീർത്തനങ്ങൾ. അള്ളാഹ് കള്ളുടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതിൽ കൂടുതൽ ഞാൻ അറിയൂല. കള്ള് കുടിക്കരുത് എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ആയിക്കോട്ടെ. അത് എനിക്ക് വലിയതായിട്ടോണെങ്കിൽ ആദ്യം അള്ളാഹിനെ പറ്റി എനിക്ക് അറിവുണ്ടാവണം. ഇല്ലാത്ത കാലത്തോളം എനിക്കതിൽ വെറും വർത്താനാണ്. എനിക്ക് പറഞ്ഞത് മനസ്സിലായോ? അള്ളാഹുവിനെയും റസൂലിനെയും പറ്റിയുള്ള അറിവ്, ഈ അറിവ് ചെവിയിലൂടെ അങ്ങനെ വരും. അപ്പൊ പറയണം, കേൾക്കണം. ചെവിക്കൊരു സ്വഭാവമുണ്ട്. എന്ത്? ചെവി ഒരാളെ പറ്റി ഇങ്ങനെ കേട്ടാൽ ചെവി ഇങ്ങനെ ഉള്ളിലേക്ക് തള്ളും. അപ്പോൾ മനക്കണ്ണ് ചിത്രം ഇങ്ങനെ വരക്കും. അപ്പോൾ കണ്ണിന്റെ പണി ചെവി എടുക്കും, ചെവിയുടെ പണി കണ്ണെടുക്കൂല. തിരിഞ്ഞിട്ടില്ല. മനസ്സിലാണ്ടോ പറഞ്ഞത്? കണ്ണിന്റെ പണി ആരും എടുക്കും? ചെവി എടുക്കും. നിങ്ങൾ ഗൾഫിലാണ് ജോലി ചെയ്യുന്നതെന്ന് സങ്കല്പിക്കുക, നിങ്ങൾ പെണ്ണിട്ടിട്ടില്ല എന്ന് സങ്കല്പിക്കുക. അപ്പോഴാണ് ഏതോ ഒരു കുഞ്ഞാമിനെ പറ്റിയുള്ള വിവരം, ഞങ്ങളെ നാട്ടിലെ മഹല്ലിലെ ഏറ്റവും സാലിയത്തായ പെണ്ണ് കുഞ്ഞാമിനെയാണ്, കാണാനും തിരക്കിടില്ല, വിദ്യാഭ്യാസം ഉണ്ട്, പടച്ചോനെ പേടിയുണ്ട് എന്ന് നിങ്ങളെ ചെവി കൂടെ അങ്ങനെ കേറും. കുഞ്ഞാമിനെ ഞങ്ങളെ കണ്ണു കൂടി കേറിയിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ കുഞ്ഞാമിനെ നിങ്ങളെ മനസ്സ് ഇങ്ങനെ ചിത്രം വരക്കും. പിന്നെ കുഞ്ഞാമിനെ നിങ്ങളെ ഉറക്കലെടുത്തും കുഞ്ഞാമിനെ ഒരിക്കൽ പോലും നിങ്ങൾ കണ്ടില്ല. പിന്നെ നിങ്ങളെ ഊണിനും ഉറക്കിലും നിങ്ങളെ മനസ്സിന്റെ ചിത്രത്തിൽ ആരേക്കും? കുഞ്ഞാമിനെ. പറഞ്ഞ മനസ്സിലായോ? പറയും മനുഷ്യന്മാരെ. ധാരാ കൊണ്ടുവന്നത് ചെവി. ചെവി കൊണ്ടെന്ന ഇവിടുത്തെ കണ്ണ് ചിത്രം അങ്ങനെ വരും. ഇവിടത്തെ കണ്ണാണ് കണ്ണ്. ഇത് അടഞ്ഞാൽ അടഞ്ഞു, ഇത് തുറന്നാൽ തുറന്നു. അപ്പൊ ഇതിലൂടെ അങ്ങനെ ഒരാളെ പറ്റി ഇങ്ങനെ കേൾക്കും. وأجمل منك لم تر قط عيني وأحسن منك لم تلد النساء. ഇതിനെങ്ങനെ കേട്ടു? നീ കേൾക്കാത്ത ഒരു സമാനുണ്ട്. കാണുന്ന സമാനിലാണെങ്കിൽ കേൾവിക്ക് അത് അത്ര വിലയൊന്നും ഉണ്ടാവില്ല, കാഴ്ചക്കായിരിക്കുമല്ല. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിന് മൗലൂദോട് എന്ന് പറഞ്ഞാൽ അതിന് വലിയ അർത്ഥമൊന്നുമില്ലാണ് എന്റെ ഭാഷ. തിരിഞ്ഞിട്ടില്ല. അത്
അത് ബേസ്മെന്റിൽ. എന്തുകൊണ്ട് സ്വഹാബികൾ മൗലൂദ് ഓടില്ലെന്ന് വെച്ചാൽ സ്വഹാബികൾ മൗലൂദ് ഓടാതിരിക്കാൻ കാരണം അവർ വിഡ്ഢികൾ അല്ലാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ല? അവർക്ക് സമയിലൂടെ മുഹമ്മദിനെ കയറ്റേണ്ടതില്ല, അവർക്ക് റുയത്തിലൂടെ കയറ്റിയാൽ മതി. അയ്യുൽ അഅമാലി അഹബ്ബു ഇലൈക യാ അബൂബക്കർ ഖാല അന്നദുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്. മൗലൂദത്തിൽ കൂടി കയറ്റാണ് ആര്? അബൂബക്കർ. മനസ്സിലായില്ല? സ്വഹാബത്തിന് മനസ്സിലായില്ല. സ്വഹാബത്ത് അവർക്കിടയിൽ ആര് ജീവിക്കുന്നുണ്ട്? മുഹമ്മദ് മുസ്തഫ. അപ്പൊ അവര് മനസ്സിന്റെ ഉള്ളിലേക്ക് മുഹമ്മദ് മുസ്തഫാനെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചന്ദനത്തിരിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട്, മനസ്സിലായില്ല? പറയേ ഒരു ക്ലാസ്സിൽ കുറച്ച് അരിയൊക്കെ ഇട്ട് പറയടാ, അതതിലേക്ക് കുത്തി എന്നിട്ട് തലക്കാണിയൊക്കെ വെച്ചിട്ട് എന്താ പറഞ്ഞേ? സുബ്ഹാനല്ലദീ അത്ലാ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഅവ്ജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ വഅഖറജഹു ഫീ ആഖിരി സമാൻ. അപ്പുറത്തെ മുറിയിൽ ആരും ഉത്തരവുണ്ട്. മനസ്സിലായില്ല? ഇതിന് സ്വഭാവമുണ്ട്. കുറച്ചിച്ച കേറുള്ളൂ. ഈ കൂടെ ചെവി കൂടെ. ഇത് കണ്ണെന്ന് പറഞ്ഞാല് 1000 കൊല്ലം ഒരാളെ ചെവി കൂടെ കേറ്റുന്നതിനേക്കാൾ നല്ലത് 1 സെക്കൻഡ് കണ്ണ് കൂടി കയറ്റലാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇത് ഈ പ്രേമിക്കേണ്ട ആള് തൊട്ടപ്പുറത്ത് ഇരിക്കുമ്പോ അയാളെ പറ്റി കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. എങ്ങനെ തന്നെ ഉണ്ട് കാണലല്ലേ? അപ്പൊ സ്വഹാബത്തിന്റെ മൗലൂദ് റുയത്ത് മുഹമ്മദാണ്. ആ റുയത്താണ് എന്തിനേക്കാളും നിസ്കാരത്തിനേക്കാൾ വലുത് ആർക്ക്? അബൂബക്കറിനാണ്. അപ്പോൾ നമുക്കും അങ്ങനെ തന്നെയാണ്. നമുക്ക് നിസ്കാരത്തിനേക്കാൾ നോമ്പിനേക്കാൾ വലുത് മുഹമ്മദായിരിക്കും. മനസ്സിലായില്ല? മുഹമ്മദ് നബിയെ പറ്റി കേൾക്കലായിരിക്കും നമുക്ക് നിസ്കാരത്തിനേക്കാൾ വലുത്. അബൂബക്കറും അങ്ങനെ തന്നെയാണ്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു, ഇങ്ങോട്ട് നോക്ക്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാണ്, അയ്യുൽ അഅമാലി അഹബ്ബു ഇലൈക യാ അബൂബക്കർ. അബൂബക്കറെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഏതാണ് അബൂബക്കറെ എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ പറയേണ്ടത് സുജൂദ് കിടക്കാനല്ല, നോമ്പൊൽക്കാനല്ല, അങ്ങനെയൊക്കെ പറയേണ്ടിയില്ല. അങ്ങനെയൊന്നും പറഞ്ഞില്ല. യുദ്ധത്തിന് പോവാന്ന് പറഞ്ഞില്ല, സുജൂദ് കിടക്കാന്ന് പറഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞത്? അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുക തന്നെ. നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പറയാ നിസ്കാരാണ്, നോമ്പൊന്നും അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? പറയാ ഞങ്ങളെ മുഖത്തേക്ക് നോക്കിയിരിക്കാണ്. എന്താണ് ജനങ്ങളെ അബൂബക്കറിന് നബിയുടെ മുഖത്തേക്ക് ഇത്ര നോക്കാനുള്ളത്? അല്ലാതെ. കാരണം നുബുവത്തിന് മുമ്പ് ഒപ്പുള്ള ആളാണ് അബൂബക്കർ, കാണാത്ത ആളൊന്നുമല്ല. പിന്നെയോ ആദ്യം മുസ്ലിം ആയതും ആരെന്നെയാണ്? അബൂബക്കർ. മുസ്ലിം ആവുന്നതിന് മുമ്പ് തന്നെ സദാസമയം കൂടെയുള്ള ആളാണ് അബൂബക്കർ. മുസ്ലിമായിട്ടും കൂടെയുള്ള ആളാണ് അബൂബക്കർ. ഹിജ്റ വന്നപ്പോൾ ആരും ഇല്ലാതെയായപ്പോഴും ഒറ്റയ്ക്ക് കൂടെയുള്ള ആൾ തന്നെയാണ് അബൂബക്കർ. സൗർ ഗുഹയിൽ പാമ്പിന്റെ കൊത്ത് കൊണ്ടും ഹബീബായ നബിയെ തന്റെ മടി തലയണയാക്കി കൊടുത്ത് കിടത്തിയതും അബൂബക്കർ തന്നെയാണ്. ആ മുഖത്തേക്ക് നോക്കിയിരുന്നിട്ട് ആ മുഖത്തേക്ക് നോക്കി അങ്ങനെ ഇരുന്ന് മടിയിൽ ഇങ്ങനെ തലപ്പിച്ച് കിടത്തി. പിന്നെയും കൊല്ലങ്ങൾ ഈ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നേ. ബദറിന്റെ രാത്രി പറഞ്ഞു, ഇന്ന് ഞാനാണ് കാക്കുന്നത് നബിയുടെ ആയിഷ. ഇന്ന് ഞാൻ കാക്കാൻ ഒരാൾക്ക് വിട്ടു തരുകയില്ല. അപ്പൊ ഏത് സന്ദർഭത്തിലും നബിയുടെ കൂടെയുള്ള ആളാണ് ആര്? അബൂബക്കർ. ആ അബൂബക്കറിനെ എന്താണ് ആ മുഖത്തേക്ക് നോക്കാനുള്ളത്? ഈമാൻ വർദ്ധിപ്പിക്കാം. ഈ പണി നമുക്ക് കിട്ടുന്നത് എന്തിനാണ്? ചെവിയിലൂടെ. അപ്പൊ നബിയുടെ കേൾക്കുന്നതിന് നമ്മൾ നിയന്ത്രണം വെക്കാൻ പറ്റൂല. കേൾക്കുക, പിന്നെ കേൾക്കുക, പിന്നെ നിസ്കാരം നിയന്ത്രണോ? നബിയെ കേൾക്കാൻ നിയന്ത്രിക്കാൻ പറ്റൂല. നിസ്കാരം കറാഹത്തായ നേരം ഉണ്ടാവും. അള്ളാനെയും നബിയെയും കേൾക്കുന്നിടത്ത് കറാഹത്തായ നേരം ഉണ്ടാവില്ല. കാരണം അവരെ
അറിഞ്ഞാലേ അവരെ പ്രേമിക്കാൻ പറ്റൂ. മനസ്സിലായോ? എന്തിനാണ് അബൂബക്കർ സിദ്ദീഖ് നബിയെ കാണുന്നത്? എന്തിനാ? കണ്ട് എത്ര കണ്ട് ആയുസ് മുഴുവൻ കണ്ടിട്ടില്ലേ? പിന്നെ ഈ കാണൽ എന്തിനാണ്? ഈമ വർദ്ധിപ്പിക്കാൻ. ആ കാണലിന്റെ സ്ഥാനത്താണ് ഇന്ന് നമ്മുടെ കേൾക്കല്. മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു? ചിന്തിച്ചോക്ക്. ബാപ്പാന്റെ ആണ്ടിന്റെ അന്ന് മൂത്ത കാക്കിയും ഇളയ കാക്കിയും മറ്റേ കാക്കിയും ഒക്കെ ഇരുന്നിട്ട് നമ്മളെ വാപ്പുള്ള കാലത്ത് അങ്ങനെ പറ്റില്ലെന്നാണ് ഇതെന്ന് അങ്ങനെ പറഞ്ഞ് നമ്മളെ വാപ്പുള്ള കാലത്ത് എന്ന് പറഞ്ഞ്. എങ്കിൽ ബാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് അങ്ങനെ പറയണ്ടില്ലല്ലോ. ബാപ്പാന്റെ കാലിലോട്ടാണ് പോയിരുന്ന പോലെ. മനസ്സിലാണില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായ? മരിച്ച ബാപ്പാനെ പ്രേമിക്കാൻ വേണ്ടിയാണ് നമ്മളെ ബാപ്പുള്ള കാലത്ത് എന്ന് ആണ്ടിനോ ആണ്ടർത്തിക്കോ കൂടിയാൽ ബാപ്പാനെ പറ്റി പറഞ്ഞത് എന്തിനാണ്? ബാപ്പയിൽ ഒരിക്കലും നമ്മുടെ മനസ്സിലെ ചിത്രത്തിൽ നിന്ന് മായാതിരിക്കാനാ. ബാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഓരങ്ങേ മുറി പോയി ഇരുന്നിട്ട് ബാപ്പാന്റെ ഒന്നൊരു തുള്ളി വെള്ളം കൊടുക്കാൻ പറ്റില്ല. ഒരു ബാപ്പുള്ള കാലത്ത് എന്ന് പറയേണ്ടതില്ലല്ലോ. ഓല അവിടെ പോയി ഇരുന്നാ മതി. ശരി പറയും മനുഷ്യന്മാരെ, ബാപ്പനടുത്തെന്ന് പോയിരിക്കാം. 1000 ബുക്കിൽ ബാപ്പുള്ള കാലത്ത് എഴുതുകയും പറയുകയും ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു സെക്കൻഡ് ബാപ്പാന്റെ അടുത്ത് ഇരിക്കലല്ലേ. അപ്പോൾ സ്വഹാബത്തിന്റെ മൗലൂദ് റൂഹിയത്ത് മുഹമ്മദാണ്. അവർക്ക് നിസ്കാരത്തിനേക്കാൾ ഇങ്ങോട്ട് നോക്കട കുട്ടി. പിന്നെ മൗലവിമാരുടെ തല തിരിഞ്ഞു പോയിട്ടുണ്ട്. മനസ്സിലാവുണ്ട്? അതായത് ഈ പറയൽ നിർബന്ധ, ഇല്ലെങ്കിലോ ഇത് പറയണം, ഇല്ലെങ്കിൽ കേൾക്കണം. കേൾക്കൽ ഇല്ലെങ്കിൽ വിശ്വാസം കൂടൂല, അറിവ് കൂടാതെ വിശ്വാസം കൂടൂല. സ്വഹാബത്തിന് നിസ്കാരത്തിന്റെ കൂലിയേക്കാളും വലുത് റൂഹിയത്ത് മുഹമ്മദ് തന്നെയായിരുന്നു. ഞാൻ പറയട്ടെ, മക്ക ഹിജ്റ 8ാമത്തെ കൊല്ലം പിടിച്ചടക്കിയിട്ട് സ്വഹാബത്ത് റസൂലുള്ള ചില്ലറ ദിവസം മക്കയിൽ നിന്നു. അത് കഴിഞ്ഞ് റസൂലുള്ള മദീനയിലേക്ക് പോയി, ഒക്കെട് പോയി. എന്തിന്? ഈ റൂഹിയത്തിന്. ആരെ കാണാൻ? സ്വഹബത്തിനും റൂഹിയത്തിനും. പരമാവധി നബിയുടെ അടുത്ത് പോയിരിക്കും. വല്ല പണിക്കും പോയാൽ തന്നെ മണ്ടി വരും. പണി കഴിഞ്ഞാൽ നബിയെ കാണാൻ. എന്തിനാ അതൊക്കെ പറയുന്നത്? നിസ്കാരം കഴിഞ്ഞാൽ റസൂലുള്ള വലഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ സഹാബികൾ വലഭാഗത്തിന് വേണ്ടി മത്സരിക്കും. കാരണം റസൂലുള്ളാഹിന്റെ കവിള് നേരിട്ട് കാണാൻ, മറ്റേ പെരടി കാണുള്ളൂ. മനസ്സിലായില്ല? അപ്പോൾ അവരെ ഏറ്റവും വലിയ ഇബാദത്ത് എന്തായിരുന്നു? റൂഹിയത്ത് മുഹമ്മദ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി? ആ റൂഹിയത്തിന്റെ സ്ഥാനത്താണ് നബിയെ കാണലാണ് അവരുടെ ഏറ്റവും വലിയ ഇബാദത്ത്, അവരുടെ ഏറ്റവും വലിയ ഭാഗ്യവും നബിയെ കാണലാണ്. മനസ്സിലായോ? ആ സ്ഥാനത്താണ് ഇന്ന് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ചെവി. അവര് കണ്ണുപയോഗിച്ച സ്ഥാനത്താണ് ഇന്ന് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ചെവി. കാരണം നമുക്ക് കണ്ണുപയോഗിക്കാൻ നിർവാഹം ഇല്ല. പക്ഷെ ചെവി ഉപയോഗിക്കുമ്പോൾ നമ്മൾ കണ്ണിന് വേണ്ടി ദ്വാരക്കും. പഠിച്ചോനെ ഒരിക്കലെങ്കിലും നബിയെ സ്വപ്നം കാണാൻ തൗഫീഖ് കൊണ്ടാ. തിരിഞ്ഞിട്ടില്ല. ചെവി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ദ്വാരക്കും. എന്തിന്? കണ്ണിന്. ഇല്ലേ? പറയേ അല്ലാഹുവേ പഠിച്ചോനെ റബ്ബേ, അല്ലാഹുവിന്റെ ഹബീബിനെ ഒരിക്കലെങ്കിലും സ്വപ്നത്തിൽ കാണാൻ. അല്ലാഹുവിന്റെ ഹബീബിനെ ഒരിക്കലെങ്കിലും സ്വപ്നത്തിൽ കാണാൻ തൗഫീഖ് ഇല്ലേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ചെവി ഇങ്ങോട്ട് മതിയാവൂല. ചെവി എത്ര കേട്ടാലും മതിയാവൂല. കണ്ണിന് മുന്നിൽ വരും ഒരിക്കൽ നബി. من رآني في المنام فقد رآني فإن الشيطان لا يتمثل بي. ഹബീബായ നബി പറഞ്ഞു, ഇന്ന ഒരാൾ കണ്ടാൽ ഇന്നെ തന്നെയാ കണ്ടത്. എന്തുകൊണ്ട്? ആശിഖിനെ പറ്റിക്കാൻ ശൈത്താന് കഴിയൂല എന്ന് മുഹമ്മദ് മുസ്തഫ. ആശിഖ് കുറെ ആയിട്ട് കാക്കുകയാണ്. കട്ടിൽ കയറിയിരുന്നാൽ ആദ്യം പറയാ, പഠിച്ചോനെ എനിക്ക് റസൂലുള്ളാഹിനെ സുഖപ്രന്ത് കാണാം. എന്നിട്ട് നട്ടപ്പാതിലേക്ക് ശൈത്താൻ കയറി വരാൻ പറ്റുമോ? ആശിഖിനെ പറ്റിക്കാൻ ആർക്ക് കഴിയൂല? ശൈത്താന് കഴിയില്ല. ഒരു നട്ടപ്പാതിരക്ക് റസൂലുള്ള സ്വപ്നത്തിൽ വന്നാൽ അത് ആരെന്നെ? റസൂലുള്ളാഹി തന്നെയാണ്. അപ്പൊ നമുക്ക് സന്തോഷമായി, ഭയങ്കര സന്തോഷമായി. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഒരിക്കൽ നബിയെ കാണുന്നത്. അതുവരെ നബിയെ കേൾക്കുക, പിന്നെ നബിയെ കാണുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതന്നെ
അങ്ങനെ വന്നാൽ കാര്യത്തിന്റെ മർമ്മത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. നബിയെ പറ്റി പറയലും കേൾക്കലും മോമിനായ മനുഷ്യന് നിർബന്ധമായിരിക്കും. അത് പറയുന്നതിനെ കേൾക്കുന്ന ഏത് നേരത്തും. മകന് മുഹമ്മദ് എന്ന് പേരിട്ടു, എപ്പോഴും നബി നമ്മളെ മനസ്സിലേക്ക് ഓർക്കാൻ. ഭാര്യക്ക് ഫാത്തിമ എന്ന് പേരുള്ള ഒരു പെണ്ണും ജൽസിമിയ എന്ന് പേരുള്ള ഒരു പെണ്ണും രണ്ടും തറവാട്ടേർത്തികളാണ്, രണ്ടും ചൊറുക്കുള്ളവളാണ് എന്ന് കണ്ടപ്പോഴും ഫാത്തിമ എന്ന പെണ്ണിനെ തന്നെ കെട്ടി. എന്തുകൊണ്ട്? അവളിൽ ദിക്റു മുഹമ്മദ് ഉണ്ട്, ജൽസിമിയയിൽ ദിക്റു മുഹമ്മദ് ഇല്ല. ഒന്നും കൂടി നോക്കിയപ്പോൾ ജൽസിമിയക്കാണ് ഒന്നും കൂടി ചൊറുക്ക് ആരെക്കാൾ. എന്നാലും നമ്മൾ ജൽസിമിയെ തെരഞ്ഞെടുത്തു. എന്തുകൊണ്ട്? ഒഫിഹ ദിക്റു മുഹമ്മദ്, അവളിൽ മുഹമ്മദിന്റെ ഓർമ്മ ഉണ്ട്. ആഷിഖിന്റെ അവസ്ഥ പറഞ്ഞത്. അല്ലാതെ ദുന്യാവിന്റെ പിന്നാലെ പോയനോ ജൽസിമിയന്റെ പിന്നാലെ പോയി. നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങളൊന്ന് ഇരിക്കും മനുഷ്യന്മാരെ, നിങ്ങൾ ഉറങ്ങല്ലേ? മനസ്സിലായില്ല. ഒരുത്തന് 3-4 പെണ്ണുങ്ങളെ ദല്ലാലി വന്ന് പറഞ്ഞു, ഇത് ഇങ്ങനെ ഉണ്ട്, മറ്റത് അങ്ങനെ ഉണ്ട്. ഇതൊക്കെ നല്ല തറവാട്ടേറ്റികളാണ്, ചൊറുക്കുള്ളതാണ്. 3-4 പെണ്ണുങ്ങളെ കൂട്ടത്തില് ലേശര് കളവ് കുറവുണ്ട്. ഫാത്തിമ കളറിന് ലേശര് കുറവുണ്ട്. ആർക്ക്? ഫാത്തിമ എന്ന് നമ്മൾ കേട്ട പെണ്ണിന്. പക്ഷെ അവളെ പേരെന്താണ്? ഫാത്തിമ. ആവറേജ് ദീനുള്ള കുട്ടിയാണ്, പേരെന്തുവാണ്? ഫാത്തിമ. എന്നാലും അപ്പൊ അമ്മയും പറഞ്ഞേ അമ്മ കടായിക്കോടെ, എന്നാലും ആ കുട്ടിന്റെ പേര് ഫാത്തിമ. മുഹമ്മദ്. മോമിനാണെങ്കിൽ എന്തിനു തെരഞ്ഞെടുക്കും? ഓളെ ബാപ്പാക്ക് ദീനുള്ളത് കൊണ്ടാണ് ഓക്ക് എന്ത് പേര് കിട്ടിയത്? ഫാത്തിമ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത്? മാഷേ, ഒന്ന് ഇതിന്റെ ബേസ്മെന്റ് നിങ്ങൾ കേട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ സംശയം വന്നത്. ഒന്ന്, ബേസ്മെന്റ് കേട്ടിട്ടില്ല. 2, മൗലിദുകൾ എന്ന പേര് വന്നതാണ് 300-ന് ശേഷം. എന്നാൽ സ്വഹാബത്തിലും റസൂലുള്ളാഹിക്ക് ശേഷം അവർ നബിയെ പറ്റി പറയുക, കേൾക്കുക, അതിനുവേണ്ടി കിതാബ് ഗ്രന്ഥരചനകളിൽ ഏർപ്പെടുക. ലോകത്ത് ആദ്യമായി മുസ്ലിമീങ്ങൾ കിതാബ് ആക്കിയത് ബിദിക്രി മുഹമ്മദിന്റെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ആദ്യ കാലഘട്ടത്തിൽ ഫിഖ്ഹിന്റെ അടിസ്ഥാനത്തിൽ ഹദീസ് ക്രോഡീകരിച്ചത് ഇമാം ബുഖാരി പോലത്തെ ആളുകളുടെ കാലത്താണ്. അതിന് മുമ്പ് റസൂലുള്ളാഹിനെ പറയുക, കേൾക്കുക എന്ന അടിസ്ഥാനത്തിലാണ് എന്ത് വരുന്നത്? ഗ്രന്ഥരചനകൾ വരുന്നത്. മൗലൂദിന് പേരിടലും രീതികളും പിന്നീട് വന്നിട്ടുണ്ടെങ്കിലും റസൂലുള്ളാഹിനെ പറയുക, കേൾക്കുക എന്നത് പരിധിയില്ലാതെ ആ കാലഘട്ടത്തിൽ നടന്നു പോയിട്ടുണ്ട്, ഏത് കാലത്തും. പിന്നെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു കാലൊന്നുമില്ല. ഏത് കാലത്തും നബിയെ പറയുക, ഏത് കാലത്തും നബിയെ കേൾക്കുക എന്നതാണ്. ഒന്നും കൂടെ ആഴത്തിലേക്ക് ഇറങ്ങി പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ തർക്കിക്കുന്നവർക്ക് നിങ്ങൾ മറുപടി പറയുകയും വേണ്ട. എന്തുകൊണ്ട്? ഞാനിപ്പോൾ പറഞ്ഞ ഈ വിഷയം ചെവി കൊണ്ട് കേട്ടോന് മനസ്സിലാവില്ല, ഹൃദയം കൊണ്ട് കേട്ടോന് മനസ്സിലാവും. ഹൃദയം കൊണ്ട് കേട്ടത് മനസ്സിലാവുള്ളൂ. ഇത് വളരെ അടിസ്ഥാനപരമായ സത്യമായി പറഞ്ഞു. ഒരു കാര്യം കുറെ ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അരി മുഴുവനും തന്നത് ബഹുമാനപ്പെട്ട അൻസാരി മമ്മണ്യാജിയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഏർപ്പാടുകൾ ബർക്കത്ത് ചെയ്യുകയും ഒരു സവാബ് മരണപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ മകളുടെ ഖബറിലേക്ക് അല്ലാഹു തആല ചേർത്ത് കൊടുക്കുകയും ചെയ്യട്ടെ. അല്ലാഹു ആ പെൺകുട്ടിക്ക് അവിടെ സന്തോഷകരമായ ബർസഖി ജീവിതം കൊടുക്കട്ടെ. പിന്നെ വലിയൊരു പൈസ നിന്ന് ബഹുമാനപ്പെട്ട NC ബാബു, നിങ്ങൾക്കറിയാലോ, ഒരു കാലത്ത് ഈ ക്ലാസ് നടത്തിക്കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട ബാബു ആയിരുന്നു, കാരശ്ശേരി മെഡിക്കൽസിന്റെ. ആ ബാബുവിനെ മാറ്റിവെച്ചാൽ ഈ ക്ലാസ് ഇല്ല എന്ന് പറയാ. അനവധി കൊല്ലം ഈ ക്ലാസ് നടത്തിയ ബാബുവാണ്. ബാബുവിന്റെ ഭാര്യയും ഉമ്മയും ഒക്കെ അടക്കമുള്ള കുടുംബമാണ്. കൂടുതൽ പൈസ തന്ന ഒരു കുടുംബം. അല്ലാഹു തആല ആ ബാബുവിന് പ്രത്യേക മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. ഉമ്മ ഒരു വിഷമകരമായ രോഗത്തിന് ആശുപത്രിയിലെ ഓപ്പറേഷൻ വിധേയനായിരുന്നു. അല്ലാഹു തആല അവർക്ക് എത്രയും പെട്ടെന്ന് ശിഫ കൊടുക്കട്ടെ. അല്ലാഹു എത്രയും പെട്ടെന്ന് ആ ഉമ്മാക്ക് ശിഫ കൊടുക്കട്ടെ. അല്ലാഹു എത്രയും പെട്ടെന്ന് ശിഫ കൊടുക്കട്ടെ. ഭക്ഷണം മുഴുവനും എല്ലാ പെണ്ണുങ്ങളും ആണുങ്ങളും പൈസ തന്നിട്ടുണ്ട്, ഒരു കമ്മിയും ഇല്ല. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും അറ്റമില്ലാത്ത പ്രതിഫലം നൽകട്ടെ. അല്ലാഹു എല്ലാം തുറന്നു കൊടുക്കട്ടെ. കോയക്കാക്കയുടെ വീട്ടിൽ നിന്നാണ് എല്ലാം വെച്ചത്, അതിന്റെ എല്ലാ സൗകര്യം ചെയ്ത് കോയക്കാക്കയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് വലിയ ഖൈറും റഹ്മത്തും അല്ലാഹു തുറന്നു കൊടുക്കട്ടെ. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരാള്, അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ച മാസമാണിത്. സ്ഥിരമായി ഭാര്യ ഭർത്താവും വന്നിരുന്നു. ഇടക്ക്
വണ്ടിയിൽ നിന്ന് വീണു മരിച്ചു. അള്ളാഹു ആ സഹോദരിക്ക് പ്രത്യേക മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. പിന്നെ ഇതൊരു വലിയ സംഭവമായി ഇവിടെ ഈ 10-18 കൊല്ലം നടത്തിയിട്ടുണ്ട്. അതിന് മുന്നിൽ നിന്ന് ഒരുപാട് ആളുണ്ടായിരുന്നു, ഒക്കെ മരിച്ചു, ഏകദേശമൊക്കെ മരിച്ചു. അള്ളാഹു തആല അതിങ്ങനെ അല്ലായിരുന്നു, അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് നൽകട്ടെ. എല്ലാവരും ഇതിനോട് സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു തആല പ്രത്യേക മഗ്ഫിറത്ത് നൽകട്ടെ. ഈ നല്ല സദസ്സിൽ ദാറുൽ ഖുർആനിന് എല്ലാവരും സംഭാവന തരണം. കഴിഞ്ഞിട്ട് പോകുമ്പോൾ തന്നാ മതി, നിയത്ത് ചെയ്യാം. ഈ കൈയോട് കിട്ടിയത് കൊണ്ടാണ് 120ഓളം കുട്ടികൾ ഭക്ഷണം കഴിച്ച് അവരെ വിദ്യാഭ്യാസം നടത്തി. നിങ്ങൾക്കറിയാലോ, ഒരു റിസീവർ ഇല്ല. ഈ കൈയോട് ഇങ്ങനെ കിട്ടുന്നത് കൊണ്ട് നടന്നു പോകുന്നതാണ് ദാറുൽ ഖുർആൻ. നിങ്ങൾക്കറിയാലോ, ഒരു റിസീവർ ഇല്ല, ഒരാൾ പൈസ തരാനില്ല. ഇപ്പോഴും രാജാക്കന്മാരെ പോലെ ആ കുട്ടികൾ പഠിക്കുന്നത് നിങ്ങളെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. അതുകൊണ്ട് പോകുമ്പോൾ സംഭാവന തരണം എന്ന് എല്ലാവരോടും അറിയിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും, ഇതിൽ പൈസ തന്നോര്, ഇതിന് സഹകരിച്ചോര്, ഇതിന് അധ്വാനിച്ചോര് എല്ലാവർക്കും അറ്റമില്ലാത്ത പ്രതിഫലം നൽകണമേ റബ്ബേ, സ്വർഗം നൽകണമേ റബ്ബേ, നരകത്തിനെ തൊട്ട് കാക്കണം റബ്ബേ, മുസ്തഫായ നബിയുടെ ശഫാഅത്ത് നൽകണമേ റബ്ബേ, ഹൗലുൽ കൗസർ നൽകണമേ റബ്ബേ, ഹബീബായ നബിയുടെ കൈ കൊണ്ട് നൽകണം റബ്ബേ. ഈ ഇരിക്കണ എല്ലാവരും റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണാതെ മരിച്ചു പോകരുത് പഠിച്ചോനെ. അള്ളാഹുവേ, സഹോദരിമാരും ആണുങ്ങളും പെണ്ണുങ്ങൾക്കും ഈ ഒരു ഭാഗ്യം നീ തരണമേ പഠിച്ചോനെ. റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണണം പഠിച്ചോനെ. ഞങ്ങളെ കൊതിയാണ് റബ്ബേ, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കാണാനുള്ള വിധി തൗഫീഖും ഞങ്ങൾക്ക് നൽകണം റബ്ബേ. അല്ലാഹ്, ഞങ്ങളെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണം റബ്ബേ, ഞങ്ങളെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണം റബ്ബേ. ഞങ്ങൾ കോടീശ്വരന്മാരാവണമെന്നൊന്നുമില്ല, അല്ലലില്ലാത്തൊരു ജീവിതം തരണം റബ്ബേ, അല്ലലില്ലാത്തൊരു ജീവിതം തരണം റബ്ബേ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹാക്കണം റബ്ബേ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹാക്കണം റബ്ബേ. ഞങ്ങളുടെ സമുദായത്തിന്റെ മേൽ വന്നുകൂടി സാമൂഹികവും രാഷ്ട്രീയവും പ്രാപഞ്ചികവും അന്താരാഷ്ട്രീയവുമായ എല്ലാ പ്രതിസന്ധികളെയും പരിഹരിക്കണമേ പഠിച്ചോനെ. ഞങ്ങളെ സമുദായത്തിന്റെ മേൽ വന്ന എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കണമേ റബ്ബേ. ഞങ്ങളുടെ സമുദായത്തിന്റെ മേൽ വന്ന എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കണമേ റബ്ബേ. ഈ മജ്‌ലിസിൽ പണ്ട് പങ്കെടുത്തിരുന്ന മരണപ്പെട്ടു പോയ 10-18 കൊല്ലത്തിനുള്ളിൽ മരിച്ച എല്ലാവർക്കും ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണം റബ്ബേ. എല്ലാവരുടെ ഖബറും സന്തോഷിപ്പിക്കണം റബ്ബേ, എല്ലാവരുടെ ഖബറും റാഹത്താക്കണം റബ്ബേ. ഇതുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളിലെ രോഗികൾക്ക് ശിഫ നൽകണമേ റബ്ബേ, ശിഫ നൽകണമേ റബ്ബേ. കുട്ടികളെ സാലിഹാക്കണമേ റബ്ബേ, ഏർപ്പാടുകളിൽ ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. എല്ലാവർക്കും പെൺകുട്ടികൾക്ക് നല്ല പുതിയാപ്പിളമാരെ കൊടുക്കണം റബ്ബേ, ആൺകുട്ടികൾക്ക് നല്ല ഇണകളെ കൊടുക്കണം റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി കാമിലായ മുഅ്മിനായി മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റബ്ബേ. ഇനിയും ഒരു റബീഉൽ അവ്വൽ ഞങ്ങൾ പങ്കെടുക്കണമേ പഠിച്ചോനെ. ഇനിയും മുത്തുനബിയുടെ മദ്ഹ് പറയണമേ റബ്ബേ. ഇനിയും ഇതിന്റെ പേരിൽ സന്തോഷിക്കണമേ റബ്ബേ. ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഖിയാമത്ത് നാൾ വരെ ഹബീബിനെ പറയുകയും കേൾക്കുകയും സന്തോഷിക്കുകയും ചെയ്യപ്പെടുത്തണമേ റബ്ബേ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ തവഫന മുസ്ലിമീന വഅൽഹിഖനാ ബിസ്സാലിഹീൻ. ഇതിൽ വന്നവരെ, അധ്വാനിച്ചവരെ, ചെലവഴിച്ചവരെ, ദാനം ചെയ്തവരെ, ഓടി നടന്നവരെ, ആഗ്രഹിച്ചവരെ എല്ലാവർക്കും നരകം തൊടാത്ത സ്വർഗം നൽകണമേ അല്ലാഹ്. റബ്ബന തവഫന മുസ്ലിമീന. ഈ ഒരു കുട്ടികൾ, ചെറിയ കുറച്ച് ചെറുപ്പക്കാരുടെയും സഹോദരങ്ങളുടെയും അധ്വാനമാണ് ഈ ക്ലാസ് ഇവിടെ നിലനിൽക്കണമേ പഠിച്ചോനെ. അള്ളാഹുവെ, നേര് പറയാനും കേൾക്കാനും ഇതിവിടെ നിലനിൽക്കണമേ റബ്ബേ. തവഫന മുസ്ലിമീന വഅൽഹിഖനാ ബിസ്സാലിഹീൻ.